പാർലമെന്റിലെ സെൻട്രൽ ഹാളിൽ പ്രസംഗത്തിലൂടെ മലയാളികളുടെ മനം കവർന്നിരിക്കുകയാണ് ശ്രേയ സുരേഷ് നായർ. In 1977, a young external affairs minister stepped on to the global stage at the UNGA. यहाँ मैं राष्ट्रों की सत्ता और महत्व के बारे में नहीं सोच रहा हूँ. ആ തീപ്പൊരി പ്രസംഗവും ശ്രേയയും ഇപ്പോൾ എനിക്കൊപ്പമുണ്ട്. ശ്രേയ, എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവിടെ ചെല്ലുന്നതാണെങ്കിലും അവിടെ ഉണ്ടാക്കാൻ പറ്റിയ ഫ്രണ്ട്ഷിപ്സ് ആണെങ്കിലും വളരെ ഒരു ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യം എനിക്കിതുപോലെ മിനിസ്ട്രി ഓഫ് യൂത്ത് ആൻഡ് സ്പോർട്സ് അഫയേഴ്സിൻ്റെ സൈഡിൽ നിന്ന് കോൾ വന്നപ്പോൾ വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു. ഓൾമോസ്റ്റ് അൺബിലീവബിൾ ആയിരുന്നു എന്ന് തന്നെ പറയാൻ പറ്റും. പിന്നെ ഇത് കണക്ക് പ്രിപ്പയർ ചെയ്യാനും എല്ലാത്തിനുമായിട്ട് അങ്ങ് തുടങ്ങി. എന്ത് സബ്ജക്റ്റിനെ കുറിച്ചായിരുന്നു അവിടെ പാർലമെൻറ്റിലെ പഴയ സെൻട്രൽ ഹാളിൽ പ്രസംഗം നടത്തിയത്? നമുക്കിഷ്ടപ്പെട്ട സബ്ജക്ട്സ് തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞിരുന്നോ? ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് നോ യോർ ലീഡർ പ്രോഗ്രാം എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ അതിൽ എനിക്ക് അലോട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത് അടൽ ബിഹാരി വാജ്പേയിയെ പറ്റിയായിരുന്നു. അപ്പോൾ അടൽജിയെ പറ്റിയാണ് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഏതൊക്കെ ഭാഷകളിലാണ് അവിടെ ഈ പ്രസംഗിക്കാൻ അനുമതി കിട്ടിയത്? അതോടൊപ്പം എത്ര സംസ്ഥാനങ്ങളിൽ നിന്ന് എത്ര ആളുകൾ വരെ പങ്കെടുക്കുകയും ചെയ്തു? ഈ പ്രോഗ്രാമിൽ 36 സ്റ്റുഡൻസ് ആണ് മിനിസ്ട്രി ഓഫ് യൂത്ത് ആൻഡ് സ്പോർട്സ് അഫയേഴ്സിൻ്റെ സൈഡിൽ നിന്ന് മാത്രം വന്നിട്ടുണ്ടായിരുന്നത്. ടോട്ടൽ പാർട്ടിസിപ്പേഷൻ ഓൾമോസ്റ്റ് 700 സ്റ്റുഡൻസ്, സ്കൂൾ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ സംസാരിക്കാൻ ഓപ്പർച്യൂണിറ്റി കിട്ടിയത് 36 കുട്ടികൾക്കാണ്. അപ്പോൾ അതിലൊന്നാവാൻ പറ്റി. ഞാനിപ്പം MA ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പെർസ്യൂ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഗവൺമെൻറ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. പിന്നെ റീഡിങ്ങും റൈറ്റിങ്ങും ഇതുപോലെ ഡിബേറ്റിംഗ്, പബ്ലിക് സ്പീക്കിംഗ്, ഇതൊക്കെ തന്നെയാണ് ഹോബീസ്. വീട്ടിലെ ഫാമിലി സപ്പോർട്ട് എങ്ങനെയാണ്? ഏറ്റവും വലിയ സപ്പോർട്ട്, ഇതുപോലത്തെ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടാനുള്ള കാരണമെന്ന് പറയുന്നത് തന്നെ എൻ്റെ വീട്ടിലെ പേരൻസിൻ്റെ സപ്പോർട്ടാണ്. പണ്ട് തൊട്ടേ എല്ലാ ഇവൻറ്റിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, പ്രൈസ് കിട്ടോ ഇല്ലയോ എന്നതൊക്കെ പിന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്തേ പറ്റൂ എന്ന് ഉന്തിത്തള്ളി വിട്ട് അങ്ങനെ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ എൻ്റെ വീട്ടുകാർക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഇതിനൊക്കെ കാരണം. പ്രസംഗത്തിലെ ഒരു കുറച്ച് പോർഷൻ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ പറഞ്ഞാൽ ഹിന്ദിയിലും ഇംഗ്ലീഷിലും അത് ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ കഴിയുമെന്നുള്ള കോൺഫിഡൻസ് ഉണ്ടോ? ഉണ്ട്, ഷുവറായിട്ടും ചെയ്യാം. പറയട്ടെ. In 1977, a young external affairs minister stepped on to the global stage at the UNGA. And in that August hall, he thundered the first ever Hindi speech. And in those historic words, he declared, यहाँ मैं राष्ट्रों की सत्ता और महत्व के बारे में नहीं सोच रहा हूँ. आम आदमी की प्रतिष्ठा और प्रकृति मेरे लिए कहीं अधिक महत्व रखती है. That, my friends, was a lifelong mantra of Atalji. Thank you. ലോക്സഭാ സ്പീക്കറൊക്കെ ഇരുന്ന വേദിയിലാണ് ഇത്രയും നല്ല ചടുലമായിട്ടുള്ള രീതിയിൽ ഭാഷാ സ്വാധീനവും ഉച്ചാരണ ഭംഗിയും ഒക്കെ മികച്ച രീതിയിൽ, ആ ഒരു കാഴ്ചപ്പാടൊക്കെ മികച്ച രീതിയിൽ കൊണ്ടുവന്ന് നല്ല രീതിയിൽ ഒരു പ്രസൻറ്റേഷൻ നടത്താൻ കഴിഞ്ഞത്. അപ്പോൾ മനസ്സിൽ തോന്നിയ ഒരു എക്സൈറ്റ്മെൻറ്റ് എത്രത്തോളമായിരുന്നു? വളരെയധികം. തുടക്കത്തിൽ കുറച്ച് നെർവസ് ആയിരുന്നു. പിന്നെ സ്റ്റേജിൽ കയറിയപ്പോൾ ഏറ്റവും നല്ല പെർഫോമൻസ് തന്നെ, പഠിച്ചത് അതേപോലെ പറയാൻ പറ്റണം എന്നുള്ളതായിരുന്നു. അത് മാത്രമല്ല കുറേ ആൾക്കാരുണ്ടായിരുന്നു എൻ്റെ കൂടെ പറഞ്ഞ കുട്ടികളും അത്രയും ഭംഗിയായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ നല്ല രീതിക്ക് ഇൻസ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പാർലമെൻറ്റിലേക്ക് വരുന്നതിന് മുൻപ് അതിന് മുൻപുള്ള കടമ്പകൾ ഉണ്ടായിരിക്കുമല്ലോ, ജില്ലാതലത്തിലൊക്കെ മത്സരം. അപ്പോൾ അവിടെയൊക്കെ എങ്ങനെയായിരുന്നു? ഈ പ്രോഗ്രാമിലോട്ട് എനിക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നത് നാഷണൽ യൂത്ത് പാർലമെൻറ്റ് 25ൻ്റെ എഡിഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതുകൊണ്ടാണ്. അപ്പോൾ അതിൽ ഡിസ്ട്രിക്ട് ലെവലിൽ എനിക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്നു. സ്റ്റേറ്റ് ലെവലായപ്പോൾ എനിക്ക് 6th ആയിരുന്നു എൻ്റെ റാങ്ക്. അപ്പോൾ ആ മെറിറ്റ് ലിസ്റ്റിൽ നിന്നാണ് അവർ കുട്ടികൾ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ പാർട്ടായിട്ടാണ് കിട്ടിയത്. സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന സമയത്തും ഇത്തരത്തിൽ ഈ എലക്യൂഷനുമായിട്ട് സജീവമായിട്ട് തന്നെ ഉണ്ടായിരുന്നോ പഠനത്തോടൊപ്പം തന്നെ? അതെ, സ്കൂളിലും കോളേജിലും പറ്റുന്ന അത്രയും പബ്ലിക് സ്പീക്കിങ്ങും ഡാൻസിങ്ങും അതുപോലത്തെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പബ്ലിക് സ്പീക്കിങ്ങിന് പുറമെ ഡാൻസ് ഒക്കെ ഉണ്ടല്ലേ? എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, ഡാൻസും പാട്ടും ഒക്കെ ഉണ്ടോ? പാട്ട് അങ്ങനെ? ഡാൻസ് ഉണ്ട്. ഡാൻസ് ഞാൻ ഒരു 5 years തൊട്ട് ഞാൻ പഠിക്കുന്നുണ്ട്. 5 വയസ്സുള്ളപ്പോൾ തൊട്ട് പഠിക്കുകയാണ്. അപ്പോൾ ഡാൻസ് കുറച്ചധികം നാളായിട്ട് എൻ്റെ ഒരു ആക്റ്റീവ് ഹോബിയാണത്. ഭരതനാട്യവും ആണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. മോഹിനിയാട്ടവും കുച്ചിപ്പുടിയും പഠിച്ചിട്ടുണ്ട്. ഞാൻ 24ഉം 23 കേരള യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ കഥകളിയിൽ 24ൽ ഫസ്റ്റും 23ൽ തേർഡും വാങ്ങാനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയും ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് അച്ഛനും അമ്മയും അടങ്ങുന്ന കുടുംബത്തിൻ്റെ ഒരു പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമല്ലേ ഡൽഹി വരെ ഈ പാർലമെൻറ്റിൻ്റെ ഈ ഒരു വേദി വരെയൊക്കെ എത്താൻ കഴിയുള്ളൂ. അപ്പോൾ അവരുടെ ഒരു സപ്പോർട്ട് കൂടിയെന്ന് പറയാം. പേരൻസ് 2 ആൾക്കാരും ദുബായിൽ സെറ്റിൽഡ് ആണ്. അപ്പോൾ അച്ഛനും അമ്മയും വളരെയധികം സപ്പോർട്ടീവായിരുന്നു. 2 ആൾക്കാർക്കും വരണം എന്നുണ്ടായിരുന്നു, പക്ഷേ ഇതിൽ നമ്മൾ ഒറ്റയ്ക്കായിരുന്നു ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2 ആൾക്കാരും വളരെ ഹാപ്പി ആയിരുന്നു. 2 ആൾക്കാരെയും പ്രൗഡാക്കാൻ പറ്റി എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട് എനിക്ക്.
ശ്രേയയ്ക്കൊപ്പം തന്നെ നമ്മളും ആ അഭിമാന നിമിഷത്തിൽ പങ്കുചേരുകയാണ്. തീപ്പൊരി പ്രസംഗമാണ്. ഹിന്ദിയിലും ഇംഗ്ലീഷിലുമാണ് പാർലമെൻറ്റിലെ പഴയ മന്ദിരത്തിൽ ശ്രേയ തകർത്താടിയത്. ഏതായാലും ഇനിയും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. PV രഞ്ജിത്തിനൊപ്പം അഭിജിത്ത് ജെയിൻ, സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.